ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം തരുന്ന ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയാണ്. ഓരോ ദിവസവും ദൈവത്തിന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാ ദിവസവും വെയിലും എല്ലാ ദിവസവും രാത്രിയും ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് വലിയ വ്യത്യാസങ്ങൾ 800 കോടി ജനങ്ങൾക്കുമുണ്ട്. ഓരോരുത്തരുടെ ചിന്തകൾ വേറെയാണ്, ഓരോരുത്തരുടെ വാക്കുകൾ വേറെയാണ്, ഓരോരുത്തരുടെ പദ്ധതികൾ വേറെയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന പ്രകാശവും ഇരുട്ടും മാത്രമല്ല ഒരു ദിവസമെന്ന് പറയുന്നു. അതിനകത്ത് ഓരോ വ്യക്തികളും ഓരോ പദ്ധതികളിലൂടെ കടന്നു പോകുന്നു. എല്ലാറ്റിനെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശങ്ങളുമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ഓരോ ദിവസവും അനുഗ്രഹമാക്കാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകളിൽ താണിരിക്കുവാൻ ദൈവം നമുക്ക് കൂടുതൽ കൃപ തരട്ടെ. സത്യസന്ധത എന്ന് പറയുന്നത് ഏറ്റവും വിലയേറിയ ഒരു ഗിഫ്റ്റാണ്. അത് സാധാരണ നിസ്സാരരായ മനുഷ്യരിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. ഒന്നുകൂടി പറയാം, സത്യസന്ധത എന്നുള്ളത് അത് ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റാണ്. നിസ്സാരരായ മനുഷ്യരിൽ നിന്ന് അതൊരിക്കലും പ്രതീക്ഷിക്കരുത്. ഒരു വ്യക്തിക്ക് പണമില്ലെങ്കിലും പഠിപ്പില്ലെങ്കിലും കഴിവില്ലെങ്കിലും സത്യസന്ധനാകാൻ കഴിയും. അതൊരു വലിയ ഗിഫ്റ്റാണ്. പണത്തേക്കാൾ എല്ലാറ്റിനേക്കാൾ വലിയ ഗിഫ്റ്റാണ് സത്യസന്ധത. അബ്രഹാം ഏലിയാസറിനെ വിളിച്ചിട്ട് എൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യ എടുക്കണമെന്ന് പറഞ്ഞ് തൻ്റെ കാലിൻ്റെ കീഴെ ഏലിയാസറിൻ്റെ കൈവച്ച് സത്യം ചെയ്യിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിലും അബ്രഹാം നീണ്ട വർഷങ്ങൾ പരിചയസമ്പന്നനായ വിശ്വസ്തനായ സത്യസന്ധനായ ഏലിയാസറിനെയാണ് ആ കാര്യം ഏൽപ്പിക്കുന്നത്. ഏലിയാസറിനൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി നിവർത്തിയാക്കും. അങ്ങനെ ഏലിയാസർ ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യ എടുക്കാൻ പോകുന്ന യാത്ര. തിരിച്ച് റിബേക്ക എന്ന പെൺകുട്ടി ഏലിയാസറിൻ്റെ കൂടെ കടന്നു വരുന്നു. സത്യസന്ധതയുടെ ഏറ്റവും വലിയ ഒരു ചരിത്രമാണ് ഏലിയാസറിൻ്റെ ജീവിതം. ദൈവം ഏൽപ്പിച്ച കാര്യം ഏറ്റവും ഭംഗിയായി ചെയ്ത് അബ്രഹാമിൻ്റെ കുടുംബത്തെ അനുഗ്രഹ സമ്പൂർണമാക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു അത്ഭുത മനുഷ്യൻ ഏലിയാസർ. തൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ, എൻ്റെ യജമാനു വേണ്ടി ഞാനിതാ വന്നിരിക്കുന്നു. ഞാൻ വന്ന കാര്യം സാധിപ്പിക്കണമേ. ഞാൻ നിൽക്കുന്ന കിണറ്റിനരികിൽ അതിൻ്റെ കാര്യം നടക്കട്ടെ. പറഞ്ഞ് പ്രാർത്ഥിച്ച് തീരുന്നതിനുള്ളിൽ റിബേക്ക അവിടെ തോളിൽ പാത്രവുമായി അവിടെ കടന്നു വന്നു. ഇതുപോലെ സത്യസന്ധരായ വ്യക്തികൾ അവർ പോകുന്നിടത്തെല്ലാം അവരുടെ സമയം തെറ്റില്ല, അവരുടെ വഴികൾ തെറ്റില്ല. അവർ പോകുന്നിടത്തെല്ലാം അവർ ജയാളികളാകും. ഈ പുതിയ മാസത്തിൽ സത്യസന്ധത എന്ന വിലയേറിയ ഗിഫ്റ്റുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാം. യേശുവിനെ ചേർന്ന് പാടി ആരാധിക്കാം. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ. എൻ ജീവനിൽ അതിശയം ചെയ്തവനേ, ചെയ്തവനേ, ഹല്ലേലൂയ പാടും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ആരാധിച്ചു ഉയർത്തുന്നേ
ജീവനിൽ അതിശയം ചെയ്തവനേ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമ്മൾ ജോസഫിൻ്റെ ചരിത്രം നമ്മളിങ്ങനെ വായിക്കുകയാണ്. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ മുമ്പാകെ ജോസഫിന് കൃപ ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു. ദൈവം കൊടുത്തെന്ന്. ദൈവം ഒരാളുടെ കൂടെ ഇരുന്നാൽ എവിടെ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന വാക്കാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. യേശു കൂടെ ഉണ്ടോ സകല സങ്കടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ, മഹാന്മാരുടെ മുൻപിൽ പോലും നമുക്ക് കൃപയും ജ്ഞാനവും ഉള്ളവരാക്കി നമ്മെ മാറ്റാൻ കർത്താവ് കൂടെ ഇരുന്നാൽ മതി. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അത് 20 മുതലൊക്കെ വായിക്കുമ്പോൾ ലാസ്റ്റത്തെ ആ കൊച്ചു പാരഗ്രാഫ്, ഏറ്റവും ഒടുവിലത്തെ പാരഗ്രാഫ്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അവർ ഒരു വലിയ കൂട്ടം ജനം, ഏകദേശം 120 പേരെന്ന് പറയാം. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി ഇരുന്നു. 120 പേരോടും കൂടെ കർത്താവുണ്ട്. പിന്നെ 5000 പേരോടുകൂടെ കർത്താവുണ്ട്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു. അതിൻ്റെ അർത്ഥം ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ജോസഫിന്റെ ആവശ്യമുണ്ട്. ഭൂമിയുടെ അറ്റത്തോളം പോകാൻ ഒരു കൂട്ടം ശിഷ്യന്മാരുടെ ആവശ്യമുണ്ട്. ഫറവോന്റെ മുമ്പിൽ പിന്നത്തേതിൽ വന്നു നിന്നത് മോശയാണ്. മോശയ്ക്ക് ഫറവോന്റെ മുമ്പാകെ കൃപയും അധികാരവും ജ്ഞാനവും കൊടുത്തു എന്ന് പറയുന്നത് തെറ്റില്ല. യേശു പറഞ്ഞു, നിങ്ങളെ പിടിച്ച് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ മുൻപുകൂട്ടി എന്തു പറയണമെന്ന് വിചാരപ്പെടേണ്ട. പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളല്ല, നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവത്രേ. പറയാനുള്ളത് ആ നാഴികയിൽ നമ്മുടെ വായിൽ വരും. എന്തു പറയണം, എന്തു പറയരുത്, എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് തിരിയരുത്. ഫിലിപ്പോസിന് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. അതിനു മുമ്പ് അവനെ എടുത്തുകൊണ്ടുപോയില്ല, അവനെ നടത്തിക്കൊണ്ടുപോയി. അവൻ നടന്നു, നിർജ്ജന സ്ഥലത്ത് ചെന്നു. ഒരു മന്ത്രി വരുന്നത് കണ്ടു. മന്ത്രിയുടെ തേരിൽ കയറുവാൻ മന്ത്രിയുടെ മുമ്പാകെ കൃപയും ജ്ഞാനവും ഫിലിപ്പോസിന് കൊടുത്തു. മന്ത്രി വായിച്ചിട്ട് മനസ്സിലാകാത്തത് ഇപ്പോൾ ഫിലിപ്പോസിന് മനസ്സിലാകുന്നു.
ഫിലിപ്പോസ് അത് പറഞ്ഞുകൊടുത്തു. മന്ത്രി സ്നാനപ്പെട്ടു. ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറി. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. ആരെ? മന്ത്രിയെയല്ല. മന്ത്രി തേരിൽ വന്നു, തേരിൽ പോയി. ഫിലിപ്പോസ് നടന്നു വന്നു, അവനെ എടുത്തുകൊണ്ടുപോയി. ദൈവമാണ് ഓരോ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അനന്യാസ് എന്നൊരു മനുഷ്യനെ കർത്താവ് വിളിച്ചു. ശൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അവൻ പാർക്കുന്നിടത്ത് ചെന്നു. അവന് വേണ്ടി കൈവച്ചു. അനന്യാസ് കൈവച്ചപ്പോൾ സൗഖ്യമായി. അനന്യാസ് അവനോട് ദൂത് പറഞ്ഞു. അനന്യാസ് അവനെ അനുഗ്രഹിച്ചു. അനന്യാസ് അവനെ സ്നാനപ്പെടുത്തി. പൗലോസിൻ്റെ മുമ്പാകെ കൃപയും ജ്ഞാനവും കൊടുത്തു. നമ്മൾ പോകുന്നിടത്തെല്ലാം കർത്താവ് കൂടെ ഇരുന്നാൽ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കും. ഈ മാസം പോകുന്നിടത്തെല്ലാം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നതെല്ലാം ജയമായി മാറും. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മാനുഷികമല്ല അമാനുഷികമായ കാര്യങ്ങൾ നടക്കും. ഇവിടെ നമ്മൾ വായിച്ചിടത്തെല്ലാം സൗഖ്യം, ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്നു. എല്ലാം അത്ഭുതങ്ങളാണ്. പോയിടത്തെല്ലാം ജ്ഞാനമാണ്, കൃപയാണ്. ദൈവം കൂടെയുണ്ടോ? ഇമ്മാനുവേൽ കൂടെയുണ്ടോ? പോകുന്നിടത്തെല്ലാം ജയമുണ്ടാകും. അടുത്ത വാക്യത്തിലേക്ക്, അവൻ അവനെ മിസ്രൈമിനും തൻ്റെ സർവ്വഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവമാണ്. ഒരുവൻ്റെ വഴികളിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ശത്രുക്കളെ പോലെ അവനോട് ഇണക്കുന്നുവെന്ന്. ഏത് ശത്രുവിനെയും മിത്രമാക്കാൻ ദൈവത്തിന് കഴിയും. എല്ലാ മനുഷ്യൻ്റെ മനസ്സിനെ തിരിക്കാൻ കഴിയും. ഏത് മനുഷ്യനെയും കൃപയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ന്യായവിധി വരേണ്ടതിന് ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയേക്കുന്നു. അത് 2 തെസ്സലോനിക്ക ലേഖനത്തിലും ആ വാക്യമുണ്ട്. റോമാലേഖനം 2 പറയുന്നത് അനശ്വരനായ ദൈവത്തിൻ്റെ തേജസ്സിനെ നശ്വരനായ പക്ഷി, മനുഷ്യൻ, മൃഗജാതി, ഇഴജാതിയുടെ രൂപം, അതുകൊണ്ട് ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ദൈവമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരാളെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത് ദൈവമാണ്. അവന് ജ്ഞാനം കൊടുക്കുന്നത് ദൈവമാണ്. സമ്പന്നരെ വെറുതെ അയക്കുന്ന ദൈവമാണ്. കൊട്ടാരത്തിൽ നിന്ന് കുപ്പയിലേക്ക് ചിലരെ വിടുന്നത് ദൈവമാണ്. ദൈവത്തെ കൂടാതെ ഒരു ഉയർച്ചയില്ല. ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ സമ്പന്നരും ദൈവം അറിയാതെ സമ്പന്നരായതല്ല. നമ്മൾ പറയും അവര് മറ്റുള്ളവരുടെ പൈസയൊക്കെ പിടിച്ചു വാങ്ങി. അതൊന്നുമല്ല. ദൈവമാ തീരുമാനിക്കുന്ന ആരെ ഏത് കാലഘട്ടത്തിൽ ഉയർത്താം, ആരെ മാറ്റാം. അപ്പൊ ധനവാന്മാർ സമ്പാദിക്കുന്നത്, ദുഷ്ടന്മാർ സമ്പാദിക്കുന്നത് നീതിമാന് വേണ്ടിയെന്നും ചില ഭാഗത്ത് കാണും. സഭാപ്രസംഗി പോലെയുള്ള പുസ്തകത്തിൽ അത് കാണാം. ദുഷ്ടന്മാരെന്ന വാക്ക് എടുത്ത് വായിക്കുകയാണെങ്കിൽ ഈവിൾ മാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിലാണ് ദുഷ്ടൻ എഴുതിയത്. ദൈവമില്ലാത്തവൻ, അവർ പാപികളായ മനുഷ്യൻ എന്ന അർത്ഥമാണ് അവിടെ. അല്ല, ദുഷ്ടൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പിശാചിനെ വിളിക്കുന്ന പേരാ ദുഷ്ടൻ. ഇവരെല്ലാം നല്ല മനുഷ്യരാ. ഇവരെല്ലാം ഓരോ സീസണിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നതാണ്. അവരെയൊക്കെ എന്തോ ആവശ്യത്തിന് ദൈവത്തിന് വേണം. ദൈവം അറിയാതെ ആരും സമ്പന്നരായിട്ടില്ല. ദൈവം അറിയാതെ ആരും താഴ്ത്തപ്പെടുന്നില്ല. ചിലരെ ഉയർത്തും, ചിലരെ ദൈവം താഴ്ത്തും. അതിനൊക്കെ പുറകിൽ ഹിസ്റ്ററികളുണ്ടാകും. ഉയർന്ന വ്യക്തിയുടെ മാതാപിതാക്കളുടെ നീതിപ്രവൃത്തി, അതും ദൈവം നീതിയായി കണക്കിടും. ബൈബിൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും സ്വർഗത്തിൽ പോവുക എന്നുള്ള വിഷയത്തെക്കാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ചെയ്യുന്ന നീതിക്കനുസരിച്ച് ദൈവം നീതി ചെയ്യും. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. ചിലരെ ദൈവം ഭൂമിയിൽ നീതിമാനായി ജീവിക്കുന്ന കൊർന്നല്യോസ് പോലെയുള്ളവരുണ്ട്. കൊർന്നല്യോസിൻ്റെ മുറിയിൽ, പ്രാർത്ഥനാ മുറിയിൽ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ വിളിക്കാൻ പറഞ്ഞു. അല്ലെങ്കിലോ കൊർന്നല്യോസ് ദൈവം ഇല്ലാത്ത ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത് വിശ്വാസികളെക്കാൾ നല്ല മനുഷ്യനാണ്. അങ്ങനെയുള്ള എത്രയോ ആയിരങ്ങളുണ്ട്. എന്നാൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ യേശുവിനെ വേണം. അതിനാണ് ദൂതൻ വന്ന് പറഞ്ഞത്, യേശുവിനെ കുറിച്ച് കേൾക്കാൻ പത്രോസിനെ വിളിക്കണം. ദൂതൻ പറഞ്ഞാൽ പറ്റില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, വീണ്ടും ജനിച്ച, ജീവിതത്തിൻ്റെ കയ്പും മധുരമൊക്കെ അനുഭവിച്ച
വ്യക്തികൾ വന്ന് തന്നെ കൊർന്നല്യോസിന്റെ വീട്ടിൽ പറയണം. ദൂതന്മാർക്ക് വലിയ അനുഭവങ്ങളൊന്നുമില്ല. അവരെ ഉണ്ടാക്കിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരേ അനുഭവത്തിൽ പോകുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നുമില്ല. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം ഒത്തിരി പീഡനങ്ങളുടെ കഥ പറയാനുണ്ട്, ഒത്തിരി വേദനകളുടെ കഥ പറയാനുണ്ട്, ഒത്തിരി രോഗങ്ങളുടെ കഥ പറയാനുണ്ട്, മാനസിക വേദനകൾ, ശാരീരിക വേദനകൾ, ഒത്തിരി കഥകൾ, ഒത്തിരി ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇന്ന് ഓരോ വ്യക്തികളും കർത്താവിലോട്ട് തിരിയുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അവനെ മിസ്രൈമിനും തൻ്റെ സർവഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. ദൈവമാണ് തീരുമാനിക്കുന്നത് ആരെ അധിപതിയാക്കണം, എവിടെ നിർത്തണം. ജോസഫെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ സഹിച്ചത്, കഴിഞ്ഞ കാലങ്ങളിൽ നീ കടന്നുപോയത്, കഴിഞ്ഞ കാലങ്ങളിൽ നീ അനുഭവിച്ചത്, കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒറ്റപ്പെട്ടത് എല്ലാം എന്തൊക്കെയോ നന്മയ്ക്കാണെന്ന് മാത്രമേ കാണാവൂ. അതുകൊണ്ടൊരു പോസിറ്റീവ് മനോഭാവത്തോടെ നിൽക്കണം. ഇത് നന്മയ്ക്കായി തീരും, ഇത് നന്മയ്ക്കായി തീരും. ജോസഫിൻ്റെ ചരിത്രം വായിക്കും തോറും എല്ലാം നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണെന്ന് നമുക്ക് ഉറച്ചു പറയാൻ പറ്റും. യേശുവിൻ്റെ ചരിത്രം 4 സുവിശേഷത്തിലൂടെ വായിക്കുമ്പോൾ സകലതും നന്മയ്ക്കാകും, സകലതും നന്മയ്ക്കാകും, സകലതും നന്മയ്ക്കാകും എന്നുള്ള ഉറപ്പാണ് സുവിശേഷം നമുക്ക് തരുന്നത്. എല്ലാം നന്മയ്ക്കായി തീരും. നിങ്ങൾ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും എല്ലാം കർത്താവിനറിയാം. നമ്മൾ സഹിക്കുന്നത് കർത്താവിനറിയാം, തളർന്നു പോകാഞ്ഞതും. അതാണ് എഫെസോസ് സഭയോട് പറയുമ്പോൾ പറയുന്നത്. അതായത് നിങ്ങൾ സഹിച്ചത് അറിയുന്നു, തളർന്നു പോകാഞ്ഞത് അറിയുന്നു. ഇതെല്ലാം കർത്താവ് കാണുകയാണ്. സഹിക്കുന്നത് കർത്താവിനറിയാം, തളരാതെ നിൽക്കുന്ന കർത്താവിനറിയാം. നമ്മൾ കടന്നു പോകുന്ന എല്ലാ സങ്കടങ്ങളും അറിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ കൈകളിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ഭരമേൽപ്പിക്കാം. നമുക്ക് കർത്താവിനെ വിശ്വസിക്കാം. നമ്മെ എവിടെ ആരുടെ മുമ്പിൽ വലിയവനാക്കണം കർത്താവ് തീരുമാനിക്കുന്നു. നമ്മൾ വായിക്കുന്നു യോശുവയുടെ പുസ്തകത്തിൽ 3-4 അധ്യായത്തിൽ ദൈവം യോശുവയെ എല്ലാവരുടെ മുമ്പിൽ വലിയവനാക്കി. അതിനു മുമ്പേ പറഞ്ഞു, എല്ലാവരും കാണുകയും ഞാൻ നിന്നെ വലിയവനാക്കാൻ തുടങ്ങുമെന്ന്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. എല്ലാവരും കാണുക അവനെ വലിയവനാക്കി. ഒരു യോർദാനിലൂടെ ജനങ്ങൾ കടന്നു പോയപ്പോൾ അതിൻ്റെ ആ വലിയ ദൗത്യം ഏറ്റെടുത്തത് യോശുവ പറഞ്ഞിട്ടാണ്. യോശുവയുടെ മനസ്സിൽ ആ പ്ലാൻ, ആ വായിൽ ആ വാക്ക് കൊടുത്തു. ആ പ്രോഗ്രാം യോശുവയാണ് ഇട്ടത്. യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാനിൽ പതിക്കുമ്പോൾ യോർദാന്റെ ഒഴുക്ക് മാറും. ആ ഒരു വാക്കിന്റെ മുമ്പിലാണ് ജനങ്ങൾ കാലെടുത്തു വെച്ചത്. അതുപോലെ തന്നെ അവസാനത്തെ വ്യക്തിയും കടന്നു പോകുവോളം ഈ 12 പുരോഹിതന്മാർ, പെട്ടകം ചുമക്കുന്ന ഈ പുരോഹിതന്മാർ യോർദാനിൽ ഉറച്ചു നിന്നു. യോശു പറഞ്ഞു, നിങ്ങളവിടെ നിന്നോ, ഒരു യോർദാനും വരില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ വരുന്ന വെള്ളം ഒരു വശത്ത് ചെറിയായിട്ട് പൊങ്ങി പൊങ്ങി തെങ്ങിനേക്കാൾ ഉയരത്തിൽ വന്ന് കാണും. അതിങ്ങനെ കിലോമീറ്റർ ഈ വരുന്ന വെള്ളം ചരിഞ്ഞൊഴുകുന്നതാണ് യോർദാൻ. ഒരു വശത്ത് കാലിയായി കിടക്കുന്നു, മറുവശത്ത് വലിയ ചിറ പോലെ വരികയാണ്. യോശുവ പറഞ്ഞു, പേടിക്കേണ്ട, അത് വരില്ല. ആ ഒരൊറ്റ സംഭവം ജനങ്ങളെല്ലാം കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുൻപാകെ യോശുവ വലിയവനായി അല്ല, ദൈവം അവനെ വലിയവൻ ആക്കി. ദൈവമാക്കിക്കൊള്ളും. നമ്മെ ഉയർത്തുന്നത് കർത്താവാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ വ്യക്തികളെയും മറ്റുള്ളവരെ മുൻപാകെ ഉയർത്തുവാൻ അങ്ങേക്ക് പ്ലാൻ ഉള്ളതിനായി സ്തോത്രം. മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാതെ തല ഉയർത്തി നടക്കാനും മറ്റുള്ളവരുടെ മുൻപിൽ അഭിമാനപുരസരം നിൽക്കാനും ഓരോ വ്യക്തികൾക്കും ഇന്നു മുതൽ ഈ വചനങ്ങളിലൂടെ അവിടുന്ന് പ്രാപ്തി കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എവിടെ തല കുനിച്ചു അവിടെയല്ല തല ഉയർത്തട്ടെ. ജോസഫ് ഏറ്റവും കൂടുതൽ തല കുനിച്ച് നടന്ന, അടിമയായി തല കുനിച്ച് നടന്ന അതേ സ്ഥലത്ത് എല്ലാവരും അവൻ്റെ മുമ്പിൽ തല കുനിച്ചല്ലോ. അതുപോലെ ഒരു ദൈവപ്രവൃത്തി
ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവരെവിടെ തലകുനിച്ചുവോ, എവിടെ കരഞ്ഞുവോ, എവിടെ തകർന്നു, അവിടെ തന്നെ അവരെ ജയാളികളാക്കി മാറ്റണം. പരിശുദ്ധാത്മാവ് അത് ചെയ്യണം. ഇന്നത് കേൾക്കുന്നവർ അത്ഭുത രോഗ സൗഖ്യങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാപിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധ രോഗബന്ധനങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. മാനസിക വിഷമങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. സാമ്പത്തികമായ അഭിവൃദ്ധികൾ ഈ മക്കൾക്കുണ്ടാകട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ ആശ്രയിക്കാം, ബലപ്പെടാം, കൃപയിൽ നിറയാം. നമുക്ക് നാളെ സഭായോഗമുണ്ട്. രാവിലെ 8 മണിക്കാണ് ഞായറാഴ്ച സഭായോഗം. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ സഭായോഗമാണ്. നിങ്ങളെ ആ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നു. ജീസസ് എവരിഡേ ഈ മാസം എല്ലാ ദിവസവും. ഇനി നമുക്ക് കാണാം. തിങ്കളാഴ്ച നമുക്ക് ഒരുമിച്ച് ഈ കൊച്ചു പ്രാർത്ഥനയിൽ അതിരാവിലെ കൂടാൻ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.